എല്ലാവർക്കും എജ്യൂസ് പാർക്കിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 1 ഇംഗ്ലീഷിൻ്റെ 5ാം ക്ലാസ്സിൻ്റെ ഓണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. പെട്ടെന്ന് അതൊന്ന് കട്ടായിപ്പോയി. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ എഡിറ്റിംഗ് ആയിരുന്നു അതിൽ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് ആ എഡിറ്റിംഗ് ഒന്നും കൂടി നോക്കാം. അപ്പോൾ റീഡ് ആൻഡ് എഡിറ്റ് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ആദ്യത്തെ ഓപ്ഷനിൽ തെറ്റെന്താണെന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ മൈ ഈസ് നെയിം ഐനു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ തെറ്റ് എന്താണ് തെറ്റ്? മൈ നെയിം ഈസ് എന്നാണ് പറയുന്നത് അല്ലേ. മൈ നെയിം ഈസ് എന്നാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഐനു അങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ മറക്കരുത്. ഇനി അടുത്ത സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ തുടങ്ങണം? ആദ്യം ക്യാപിറ്റൽ ലെറ്ററിൽ വേണം തുടങ്ങാൻ. ഇവിടെ എന്താണ്? സ്മോൾ ലെറ്ററാണ്. അത് തെറ്റാണ് അല്ലേ. അപ്പോൾ ഐ ആം 10 years old അങ്ങനെയാണ് എഴുതേണ്ടത്. ഇനി അടുത്തത് മൈ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്. ഫ്രണ്ടിൻ്റെ സ്പെല്ലിങ് എന്താണ്? FRIEND. മൈ ബെസ്റ്റ് ഫ്രണ്ട് ഈസ് ആയിഷ. അപ്പോൾ അവിടുത്തെ തെറ്റാണ്. സിയിൽ തെറ്റുള്ളത് ഫ്രണ്ട് സ്പെല്ലിംഗ് ആണ് തെറ്റിയത്. ഇനി ഷീ ഈസ് ആൻ ഗുഡ് ഗേൾ. അപ്പോൾ ഗുഡ് നമ്മൾ AIUൻ്റെ പഠിച്ചിട്ടുണ്ട്. എ ഗുഡ് ഗേൾ എന്നേ പറയുള്ളൂ. അപ്പോൾ ഡി എന്താണ്? എ ഗുഡ് ഗേൾ എന്നേ പറയുള്ളൂ. ഇനി അടുത്തത് എന്താണ്? എന്താണ് പറഞ്ഞത്? വി ഗോ ബൈ സ്കൂൾ അല്ല ടു സ്കൂൾ. പ്രപ്പോസിഷൻസ് നമ്മൾ ടു സ്കൂൾ, നമ്മൾ സ്കൂളിലേക്കാണ് പോകുന്നത്. അപ്പോൾ എന്താണ്? എന്ന് പറയുന്നത് ടു ആണ് അവിടെ വരേണ്ടത്. ബൈ സ്കൂളല്ല പറയേണ്ടത്. ബൈ അല്ല, ടു ആണ്. പ്രപ്പോസിഷനിൽ ടു ആണ് അവിടുത്തെ. ടു സ്കൂളിലേക്ക് എന്ന് പറയുമ്പോൾ ടു സ്കൂൾ എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഇതാണ് എഡിറ്റിംഗ് ശരിയാക്കി നമുക്ക് 5 മാർക്ക് കിട്ടും. 5 മാർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ A ഗ്രേഡ് കിട്ടും. ഓക്കെ, നമുക്ക് ഗ്രേഡിലാണ് മാർക്ക് ചെയ്യുന്നത്. മാർക്ക് എഴുതിയിട്ട് ഇവരെ ഗ്രേഡിലേക്ക് മാറ്റും. അപ്പോൾ നമ്മൾ എഡിറ്റിംഗ് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് നോക്കേണ്ടത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തോട്ടാണ്. അപ്പോൾ ഇതിൽ 3 Aയും അതുപോലെ 3 B ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം എഴുതിയാൽ മതി. അപ്പോൾ ഏറ്റവും കൂടുതൽ അറിയുന്നത് ഏതാണെന്ന് വെച്ചാൽ അത് എഴുതാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ചെസ്റ്റർ കുഡ് നോട്ട് സ്ലീപ്പ് ദാറ്റ് നൈറ്റ്. Tomorrow is my first day to school, he thought. He felt lazy. Chester was worried and upset. He wanted to stay at home and play with his friends. അപ്പോൾ എന്താണ്? ചെസ്റ്ററിന് രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല ആ ദിവസം. നാളെ എന്താണ്? ചെസ്റ്ററിൻ്റെ ഫസ്റ്റ് ഡേ ആണ്, സ്കൂളിലേക്ക് പോകേണ്ടത്. അത് ആലോചിച്ച് കിടക്കുന്നു. അപ്പോൾ അവന് എന്ത് തോന്നി? ലേസി. അവന് കുറച്ച് മടിയുണ്ട്. ചെസ്റ്റർ വാസ് വെറീഡ് ആൻഡ് അപ്സെറ്റ്. വെറി ചെയ്യുന്നുണ്ട്, അതുപോലെ ഭയങ്കര അപ്സെറ്റുമാണ്. അപ്പോൾ അവൻ എന്ത് മതി? വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി. പ്ലേ വിത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ പ്ലേ ചെയ്താൽ മതി. അപ്പോൾ ഇതിൻ്റെ തോട്ട്. അപ്പോൾ എന്താണ് തോട്ട്? ചെസ്റ്റർ ചിന്തിച്ചത് എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എന്താണ്? ഡസ് ചെസ്റ്റർ ലൈക്ക് ടു ഗോ ടു സ്കൂൾ? ആദ്യത്തെ ക്വസ്റ്റ്യൻ. വിൽ ഹി മിസ് ഹിസ് ഹോം? വിൽ ഹി തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്സ് ഇൻ ദ ഫോറസ്റ്റ്? ഈ തോട്ടുകൾ എഴുതാനാണ് പറയുന്നത്. സെൻറ്റൻസ് വൈസ് എഴുതാം, അല്ലെങ്കിൽ ഇതിന് ഓരോന്നിനും പോയിൻ്റായിട്ട് ആൻസർ എഴുതാം. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ചെസ്റ്ററിൻ്റെ തോട്ട്. ഡസ് ചെസ്റ്റർ ലൈക്ക് ടു ഗോ ടു സ്കൂൾ? അപ്പോൾ എന്താണ്? ചെസ്റ്ററിൻ്റെ തോട്ടാണ് എഴുതുന്നത്. അപ്പോൾ എന്താണ്? ചെസ്റ്റർ തോട്ട്. അപ്പോൾ ചെസ്റ്റർ എങ്ങനെയാണ്? ഞാൻ എന്ന രീതിയിലല്ലേ ചിന്തിക്കുക. അപ്പോൾ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് ഗോയിങ് ടു സ്കൂൾ. ഐ വുഡ് റാദർ സ്റ്റേ അറ്റ് ഹോം ആൻഡ് പ്ലേ വിത്ത് മൈ ഫ്രണ്ട്സ്. എന്താണ്? എനിക്ക് സ്കൂളിൽ പോകാൻ തോന്നുന്നില്ല. പിന്നെന്താണ്? ഐ വുഡ് റാദർ സ്റ്റേ അറ്റ് ഹോം. ഞാൻ വീട്ടിൽ തന്നെ നിൽക്കാം, കൂട്ടുകാരുമായിട്ട് ഞാൻ കളിക്കാം. ഇതാണ് ചെസ്റ്ററിൻ്റെ തോട്ട്. ചെസ്റ്ററിൻ്റെ തോട്ട് എഴുതുമ്പോൾ ഐ വെച്ചിട്ട് വേണം എഴുതാൻ, അല്ലാണ്ട് ചെസ്റ്റർ എന്ന് പറഞ്ഞ് എഴുതണ്ട. ചെസ്റ്ററിൻ്റെ തോട്ട്. ഇനി വിൽ ഹി മിസ് ഹിസ് ഹോം? അവൻ എന്ത് ചെയ്യുന്നുണ്ട്? അവൻ ഹോം മിസ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ എന്താണ് എഴുതുന്നത്? യെസ്, ഐ വിൽ മിസ് മൈ ഹോം ആൻഡ് ദ ഫൺ ഐ ഹാവ് ഹിയർ. അപ്പോൾ അവിടെ ഉള്ള സന്തോഷങ്ങളൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ എഴുതണം. വാട്ട് വിൽ ഹി തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്സ് ഇൻ ദ ഫോറസ്റ്റ്? അപ്പോൾ ഹീ വിൽ ഐ വെച്ചിട്ട് എഴുതാം, അല്ലെങ്കിൽ ഹീ വെച്ചിട്ട്. അപ്പോൾ ഹീ തിങ്ക് എന്നല്ല ഇവിടെ ചോദിച്ചത്. അപ്പോൾ നമുക്ക് ഹീ വിൽ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്സ് എന്ന് പറയാം, അല്ലെങ്കിൽ ഐ വിൽ തിങ്ക് അബൌട്ട് മൈ ഫ്രണ്ട്സ് ആൻഡ് വണ്ടർ ഇഫ് ദേ ആർ പ്ലേയിങ് വിത്തൗട്ട് മീ. എന്നെ കൂട്ടാതെ സ്കൂളിൽ അല്ലെങ്കിൽ വീട്ടിൽ കളിക്കുമായിരിക്കും എന്നാണ് അവൻ വിചാരിച്ചത്. ഐ വിൽ തിങ്ക് അബൌട്ട് മൈ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ഈ വിൽ തിങ്ക് അബൌട്ട് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് വണ്ടർ ഇഫ് ദേ ആർ പ്ലേയിങ് വിത്തൗട്ട് ഹിം. ഓക്കെ, ഇങ്ങനെയും എഴുതാം കേട്ടോ. ഹിം. അപ്പോൾ ഐ വെച്ചിട്ടും എഴുതാം, അല്ലെങ്കിൽ ഹീ വെച്ചിട്ട് എഴുതിയിട്ടും കുഴപ്പമില്ല. ഹീ അബൌട്ട് മൈ ഫ്രണ്ട്സ് അല്ല, എന്ത് പറയണം? ഹിസ് ഫ്രണ്ട്സ് അല്ലേ. ഹിസ് ഫ്രണ്ട്സ് ആൻഡ് വണ്ടർ ഇഫ് ദേ ആർ പ്ലേയിങ് വിത്തൗട്ട് ഹിം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് തോട്ട്. ചെസ്റ്ററിൻ്റെ തോട്ട് 3 A. ഇനി അടുത്ത 3 B. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. നമുക്ക് അടുത്തത് നോക്കാം.
ഇനി അടുത്ത ഏതാണ്? അടുത്തത് ദ ക്ലൗൺ സോ എ ബ്ലൂ എൻജിൻ കമ്മിങ്. ക്ലൗണ് ആരാണ്? ക്ലൗണ് ഒരു ബ്ലൂ എൻജിൻ വരുന്നത് കണ്ടു അല്ലേ? ജോക്കർ എന്നും പറയാം അല്ലേ? വിൽ യു പുൾ അസ് ഓവർ ദ മൗണ്ടെയിൻ? ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ഹാവ് നോ ടോയ്സ് ഓർ ഗുഡ് ഫുഡ്, ദ ക്ലൗൺ സെഡ്. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ തോട്ട് ഫോർ എ വൈൽ. അപ്പോൾ ക്ലൗണ് ബ്ലൂ എൻജിനെ കണ്ടപ്പോൾ അവൻ മൗണ്ടനിലേക്ക് മുകളിലേക്ക് കടത്തി വിടുമോ അല്ലെങ്കിൽ നമ്മളെ പുള്ള് ചെയ്ത് കൊണ്ടുപോകുമോ? അപ്പോൾ ബോയ്സിനും ഗേൾസിനും ടോയ്സും ഗുഡ് ഫുഡും കിട്ടുമോ എന്നാണ് ക്ലൗൺ ചോദിക്കുന്നത്. അപ്പോൾ ലിറ്റിൽ എൻജിൻ്റെ തോട്ട് എന്തായിരിക്കും എന്നാണ് ഇവിടുത്തെ ചോദ്യം. റൈറ്റ് ഡൗൺ ദ തോട്ട് of the little blue engine. Write down the thought of the little blue engine. Will the blue engine be able to pull the train? Blue engine എന്ത് ചെയ്യാൻ പറ്റുമോ? മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ? What will she when she sees the dolls and toys crying? Will she thinking about the boys and girls on the mountain? Write down the thoughts of the little blue engine. തോട്ട് എഴുതാൻ. ലിറ്റിൽ ബ്ലൂ എൻജിൻ തോട്ട്. ലിറ്റിൽ ബ്ലൂ എൻജിൻ്റെ തോട്ട് എഴുതാനാണ് പറയുന്നത്. നമുക്കത് നോക്കാം. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എൻജിൻ്റെ തോട്ടിന് ഐ ആം സ്മോൾ ബട്ട് മേ ബി ഐ ക്യാൻ ട്രൈ മൈ ബെസ്റ്റ് ടു പുൾ ദ ട്രെയിൻ ഓവർ ദ മൗണ്ടെയിൻ. ഞാൻ ചെറുതാണ് പക്ഷേങ്കിലും ഞാൻ സഹായിക്കാം. ഐ ക്യാൻ ട്രൈ മൈ ബെസ്റ്റ്. ഞാൻ എന്നാൽ കഴിയുന്ന വിധം ഈ ട്രെയിനിനെ മുകളിലേക്ക് പുൾ ചെയ്ത് കൊണ്ടുപോകാം, മൗണ്ടെയിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കാമെന്നാണ് ലിറ്റിൽ എൻജിൻ്റെ തോട്ട്. പിന്നെന്താണ്? വാട്ട് വിൽ ഷീ ഫീൽ വെൻ ഷീ സീസ് ദ ഡോൾ ആൻഡ് ടോയ്സ് ക്രൈങ്? എന്തായിരിക്കും ടോൾസും ടോയ്സും കരയുമ്പോൾ ലിറ്റിൽ എൻജിന് തോന്നാന്ന്? ഐ ഫീൽ സാഡ് വെൻ ഐ സീ ദ ഡോൾസ് ആൻഡ് ടോയ്സ് ക്രൈ. ഐ വാണ്ട് ടു ഹെൽപ്പ് ദം. അല്ലേ, അവനെ സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട് അല്ലേ? ഡോൾസും ടോയ്സും ക്രൈ ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ഇനി അടുത്ത എന്താണ്? വിൽ ഷീ തിങ്ക് അബൌട്ട് ദ ബോയ്സ് ആൻഡ് ഗേൾസ് ഓൺ ദ മൗണ്ടെയിൻ? അപ്പോൾ നമ്മുടെ ലിറ്റിൽ ബ്ലൂ എൻജിന് എന്താണ്? മുകളിലുള്ള ബോയ്സിനെയും ഗേൾസിനും കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവുമോ? യെസ്, ഐ മസ്റ്റ് ഹെൽപ്പ് ദ ബോയ്സ് ആൻഡ് ഗേൾസ്. ദേ ആർ വെയിറ്റിംഗ് ഫോർ ദെയർ ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ്. ഐ ഷുഡ് നോട്ട് ഡിസപ്പോയിൻറ്റ് ദം. അവരെ നമ്മൾ നിരുത്സാഹപ്പെടുത്താൻ പാടില്ല. എനിക്ക് എങ്ങനെയെങ്കിലും നമ്മുടെ ടോയ്സിനെയും എല്ലാ ഫുഡുമൊക്കെ മുകളിലേക്ക് എത്തിച്ചാലാണ് ബോയ്സിനും ഗേൾസിനും സന്തോഷമാവുള്ളൂ എന്ന് എന്താണ് നമ്മുടെ ലിറ്റിൽ ബ്ലൂ എൻജിൻ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ തിങ്ക് ചെയ്യുന്നത് പോയിൻ്റ് വൈസും എഴുതാം, അല്ലെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരമായിട്ടും എഴുതാം. അപ്പോൾ 5 മാർക്കിൻ്റെ ചോദ്യമാണ്, എ ഗ്രേഡാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കാം. ഇതിലേതെങ്കിലും 3 A അല്ലെങ്കിൽ 3 B എഴുതിയാൽ മതി. ഇനി നെക്സ്റ്റ് നമുക്ക് 4th ക്വസ്റ്റ്യൻ റിഡിലാണ്. ദ ലിറ്റിൽ ട്രെയിൻ റാൻ അലോങ് ദ ട്രാക്സ്. ഹെർ കാർഡ്സ് വർ ഫുൾ ഓഫ് ടോയ്സ് ആൻഡ് ഡോൾസ്. ക്യാൻ യു ഐഡൻറ്റിഫൈ ദം? അതിലെ ലിറ്റിൽ ട്രെയിനിലുള്ള ടോയ്സും ഡോൾസും ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എക്രോസ് എഴുതണം, അതുപോലെ ഡൗൺ എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐ ലവ് ഹണി, ഐ സ്ലീപ്പ് ഇൻ കേവ്സ്. എനിക്ക് ഹണി തേൻ ഇഷ്ടമാണ്, ഞാൻ എവിടെയാണ് ഉറങ്ങുന്നത്? സ്ലീപ്പ് ഇൻ കേവ്സ്. പിന്നെ എന്താണ്? ഐ ആം ദ ലാർജസ്റ്റ് ആനിമൽ ഓൺ ലാൻഡ്, ഐ ഹാവ് എ ട്രങ്ക്. ഞാൻ വലിയൊരു മൃഗമാണ് ഇവിടുത്തെ ലാൻഡിലുള്ളത്. ഐ ഹാവ് എ ട്രങ്ക്. പിന്നെ എന്താണ്? ഡൗൺ, ഐ ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ ആൻഡ് ക്യാരി പീപ്പിൾ. എനിക്ക് ഫ്ലോട്ട് ചെയ്യാൻ പറ്റും, വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ഐ ആം ടോൾ, ഹാവ് എ ലോങ് നെക്ക് ആൻഡ് ഈറ്റ് ലീവ്സ്. ഞാൻ ഭയങ്കര ഹൈറ്റുള്ളതാണ്, ടോളാണ്, എനിക്ക് ലോങ് നെക്ക് ഉണ്ട്. ആൻഡ് ഈറ്റ് ലീവ്സ്, എനിക്ക് ഇലകളൊക്കെ കഴിക്കാൻ പറ്റും. ഐ ആം ഫണ്ണി, ഐ മേക്ക് പീപ്പിൾ ലാഫ് ഇൻ സർക്കസ്. ഞാൻ ഫണ്ണിയാണ്, തമാശക്കാരനാണ്, എനിക്ക് നമ്മുടെ പീപ്പിൾസിനെ, ആൾക്കാരെ ചിരിപ്പിക്കാൻ കഴിയും. ലാഫ് ഇൻ സർക്കസിൽ എനിക്ക് ആൾക്കാരെ ചിരിപ്പിക്കാൻ കഴിയും. അപ്പോൾ ആദ്യത്തിൻ്റെ ആൻസർ എന്താ? ഐ ലവ് ഹണി, ഐ സ്ലീപ്പ് ഇൻ കേവ്സ് എന്ന് പറഞ്ഞാൽ ബിയറാണ് അല്ലേ? തേൻ ഇഷ്ടമുള്ളതും കേവ്സിൽ ഉറങ്ങുന്നത് ആരാണ്? ബിയറാണ്. പിന്നെ ഏറ്റവും വലിയ ആനിമൽ ഏതാണ്? എലിഫൻറ്റ്. സ്പെല്ലിംഗ് തെറ്റിപ്പോകരുത്. പിന്നെ അടുത്തത് എന്താണ്? ഐ ക്യാൻ ഫ്ലോട്ട് ഓൺ വാട്ടർ, ബോട്ടാണ് ആൻസർ. പിന്നെ ഇതെന്താണ്? ലോങ് നെക്ക് ആകുമ്പോൾ ജിറാഫ് ആൻസർ. ഫണ്ണി, ഐ മേക്ക് എല്ലാ ആൾക്കാരെയും ചിരിപ്പിക്കാൻ കഴിയും അല്ലേ? ജോക്കറാണ് അല്ലേ? തമാശക്കാരൻ, വിദൂഷകൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതി നോക്കാം. ഇവിടെ എന്താണ്? ബിയർ, BEAR ആണ് ബിയർ. അതുപോലെ ഇതെന്താണ്? ബോട്ടാണ്, ജിറാഫ്. ക്ലൗൺ, പിന്നെ എലിഫൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി 5ാമത്തെ ക്വസ്റ്റ്യൻ A or B എഴുതാം. അപ്പോൾ കോൺവെർസേഷൻ എഴുതാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. അറ്റംപ്റ്റ് എനി വൺ ആക്ടിവിറ്റി ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ 5A നോക്കാം. Chester is standing at the school gate. It was his first day at school. He was worried. Suddenly he met a child named Riley. He too looked sad. Chester shared the secret of kissing hand to comfort Riley.
എന്താണ്, ചെസ്റ്ററിന് സ്കൂൾ ഗേറ്റിൻ്റെ അവിടെ പോയി നിന്നപ്പോൾ ഫസ്റ്റ് ഡേ ആയിരുന്നു. അവന് ഭയങ്കര വിഷമം, വെറീഡായിരുന്നു. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയാതെ വെറീഡായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഒരു കുട്ടീനെ കണ്ടത്. ആ കുട്ടിയുടെ പേര് റിലയാണ്. അവനും എന്താണ് സങ്കടത്തോടുകൂടി നിൽക്കുമായിരുന്നു. അപ്പോൾ ചെസ്റ്റർ എന്ത് ചെയ്തു, അവൻ്റെ സീക്രറ്റ്, കിസ്സിങ് ഹാൻഡ് സീക്രറ്റ് റിലേക്ക് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ ആ കോൺവെർസേഷൻ, ചെസ്റ്ററും റിലേയും തമ്മിലുള്ള ആ കോൺവെർസേഷൻ എഴുതാനാണ് പറഞ്ഞത്. റൈറ്റ് അറ്റ്ലീസ്റ്റ് 4 എക്സ്ചേഞ്ച് എങ്കിലും എഴുതണം. കോൺവെർസേഷൻ നോക്കാം. ചെസ്റ്ററും റിലേയും തമ്മിലുള്ളത്. ചെസ്റ്റർ, ഹലോ, ഐ ആം ചെസ്റ്റർ. ചെസ്റ്റർ പറയാണ്, ഞാൻ ചെസ്റ്ററാണ്. റിലേ, അപ്പോൾ റിലേ എന്ത് പറഞ്ഞു, ഹായ്, ഐ ആം റിലേ. ദിസ് ഈസ് മൈ ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ. ഐ ഫീൽ എ ലിറ്റിൽ സ്കെയേർഡ്. എൻ്റെ ആദ്യത്തെ ദിവസമാണ് എൻ്റെ സ്കൂളിലേക്കുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര പേടി തോന്നുന്നുണ്ടെന്ന് റിലേ പറയുകയാണ്. അപ്പോൾ ചെസ്റ്റർ എന്താ പറയുക, ഡോണ്ട് വെറി റിലേ, ഐ വാസ് വെറീഡ് ടു. ഞാനും വെറീഡാണ്. ബട്ട് മൈ മാം ഗേവ് മീ ദ സീക്രട്ട് ഓഫ് ദ കിസ്സിങ് ഹാൻഡ്. എൻ്റെ അമ്മ എനിക്കൊരു സീക്രട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്, കിസ്സിങ് ഹാൻഡ്. അപ്പോൾ എന്താ ചോദിക്കും റിലേ, വാട്ട് ഈസ് എ കിസ്സിങ് ഹാൻഡ്? എന്താണ് ആ കിസ്സിങ് ഹാൻഡ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ചെസ്റ്റർ പറയണേ, മൈ മാം കിസ്ഡ് മൈ ഹാൻഡ് ആൻഡ് ടോൾഡ് മീ ദാറ്റ് വെനെവർ ഐ ഫീൽ ലോൺലി ഐ ക്യാൻ പ്രസ് മൈ ഹാൻഡ് ടു മൈ ചീക്ക് ആൻഡ് ഫീൽ ഹെർ ലവ്. അല്ലേ, കിസ് ചെയ്ത അവൻ്റെ അമ്മ അവൻ്റെ കയ്യിലൊരു കിസ്സ് കൊടുത്തിട്ടുണ്ട്. എപ്പോഴൊക്കെ ഞാൻ ലോൺലി അല്ലെങ്കിൽ തനിച്ചാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ കൈ എടുത്ത് ഹാൻഡ് എടുത്ത് നമ്മുടെ ചീക്കിൽ കവളിൽ പ്രസ് ചെയ്താൽ അവൻ്റെ അമ്മയുടെ സ്നേഹം മനസ്സിലാവുമെന്നാണ് ചെസ്റ്റർ പറഞ്ഞത്. അപ്പോൾ റിലേ പറയണത്, ദാറ്റ്സ് സോ നൈസ്, ഐ തിങ്ക് ഐ വിൽ ട്രൈ ടു. ഞാനും കൂടി ഇതൊന്നും ചെയ്ത് നോക്കാം എന്ന് റിലേ പറയുകയാണ്. യെസ്, ഇറ്റ് റിയലി ഹെൽപ്സ്, ലെറ്റ്സ് ഗോ ഇൻസൈഡ് ടുഗദർ. നമുക്ക് ഒരുമിച്ച് അകത്തേക്ക് പോകാം. റിലേ, ഓക്കെ, ഐ ഫീൽ മച്ച് ബെറ്റർ നൗ. എനിക്കിപ്പോൾ കുറച്ച് ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. താങ്ക് യു ചെസ്റ്റർ. ചെസ്റ്ററിനോട് താങ്ക്സ് പറഞ്ഞിട്ട് പോകണം. അപ്പോൾ ഇതുപോലെ വേണം ഒരു 5 എക്സ്ചേഞ്ച് എങ്കിലും നമുക്ക് കോൺവെർസേഷൻ എഴുതണം. ഇനി അതല്ല, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 5B നോക്കാം. At last, the little blue engine, 5B ആണ്, pulled the little train to the top of the mountain. The dolls and animals cried out of joy. You did a great job. I never thought you could do it. The little train congratulated the little blue engine. അപ്പോൾ ലിറ്റിൽ ട്രെയിനും ലിറ്റിൽ ബ്ലൂ എഞ്ചിനും അവർ തമ്മിലുള്ള കോൺവെർസേഷനാണ് പറയുന്നത്. അപ്പോൾ എന്താണ്, അറ്റ് ലാസ്റ്റ് ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ എന്ത് ചെയ്തു, ലിറ്റിൽ ട്രെയിനിൻ്റെ മുകളിലേക്ക് പുള്ള് ചെയ്തെടുത്തു. യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. അപ്പോൾ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് മുകളിലേക്ക് പോകാൻ പറ്റുമെന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ലിറ്റിൽ ട്രെയിന് ലിറ്റിൽ ബ്ലൂ എഞ്ചിനെ കൺഗ്രാജുലേറ്റ് ചെയ്തിട്ട് എഴുതുക. ഒരു 4 എക്സ്ചേഞ്ച് എങ്കിലും എഴുതണം. ഓക്കെ, അപ്പോൾ പറയുകയാണ്, കോൺവെർസേഷൻ നമുക്ക് വായിക്കാം. ദ ലിറ്റിൽ ട്രെയിൻ, ഹോ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ, യു ആർ ഗ്രേറ്റ്. അല്ലേ, ലിറ്റിൽ ബ്ലൂ എഞ്ചിനോട് പറയണം, ഹോ യു ആർ ഗ്രേറ്റ് എന്ന് പറയും. ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ, താങ്ക് യു, ഐ ജസ്റ്റ് കെപ്റ്റ് ട്രൈങ് ആൻഡ് നെവർ ഗേവ് അപ്പ്. അപ്പം ഞാൻ ട്രൈ ചെയ്തു, ഞാൻ ഗേവ് അപ്പ് ചെയ്യാതെ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടാണ് എന്ന് പറഞ്ഞു. ദ ലിറ്റിൽ ട്രെയിൻ, യു സേവ്ഡ് ദ ഡോൾസ് ആൻഡ് ആനിമൽസ്, ദേ ആർ സോ ഹാപ്പി നൗ. അല്ലേ, നിങ്ങൾ ഡോൾസിനെ ആനിമൽസിനെ സേവ് ചെയ്തു, അപ്പോൾ അവരെന്താണ്, ഹാപ്പി ആണെന്നല്ലേ. പിന്നെന്താണ്, ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ അപ്പോൾ എന്താ പറയുക, യെസ് ഐ ആം ഗ്ലാഡ് ഐ കുഡ് ഹാവ് ദ ചിൽഡ്രൻ ഗെറ്റ് ദ ടോയ്സ് ആൻഡ് ഫുഡ്. ഞാൻ എന്ത് ചെയ്തു, അവരെ സഹായിച്ചു, എനിക്കതിന് ഭയങ്കര സന്തോഷമുണ്ടെന്ന്. അപ്പോൾ ലിറ്റിൽ ട്രെയിൻ എന്ന് തിരിച്ച് പറയും, യു ആർ സ്മോൾ ബട്ട് യു ആർ വെരി സ്ട്രോങ് ആൻഡ് ബ്രേവ്. നീ ചെറുതാണെങ്കിലും നീ വെരി സ്ട്രോങ്ങും, നീ നല്ല സ്ട്രോങ്ങും അതുപോലെ ബ്രേവ് ആണെന്ന് പറയണം. അപ്പോൾ ലിറ്റിൽ ബ്ലൂ എഞ്ചിൻ തിരിച്ച് എന്താ പറയുക, ഐ ബിലീവ്ഡ് ഇൻ മൈ സെൽഫ് ആൻഡ് സെഡ് ഐ തിങ്ക് ഐ ക്യാൻ. ഞാൻ എന്നെ തന്നെ ഞാൻ വിശ്വസിച്ചു, ബിലീവ് ചെയ്തു, അതുകൊണ്ടാണ് എനിക്കിത് ചെയ്യാൻ പറ്റിയത്, എനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതാണ് ആ കോൺവെർസേഷൻ. ഇനി അടുത്തത് ഒരു പിക്ചർ സ്റ്റോറി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. Events of a story are given below. Develop the events into a story. ഇവിടെ തന്നിരിക്കുന്ന സ്റ്റോറി ഡെവലപ്പ് ചെയ്യാനാണ്. അവിടെ ഒരു ആടും അതുപോലെ കോഴിയും അതുപോലെ ഡോഗും ഉണ്ട് അല്ലേ. ഐ വിൽ ക്യാച്ച് യു നൗ, ഞാനിപ്പോൾ നിന്നെ പിടിക്കും. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡോഗ് അവിടെ പിടിച്ച് കോഴീനെ പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഊപ്സ് ഐ ഫെൽ ഇൻ ടു എ ബിഗ് ഹോൾ. ഞാൻ പെട്ടെന്നൊരു കുഴിയിലേക്ക് വീണു, അയ്യോ ഞാൻ കുഴിയിലോട്ട് വീണല്ലോ എന്ന് പറയും. അപ്പോൾ എന്താ, ഹോ ഗോഡ് ഐ ആം സേഫ് എന്നാണ് ആര്, ഹെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു സ്റ്റോറി ഡെവലപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതിന് നമുക്കൊരു ഡോഗ് ആൻഡ് ഹെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു ടൈറ്റിൽ കൊടുക്കാം. എന്നിട്ട് എന്ത് ചെയ്താൽ, വൺ ഡേ വെൻ എ ഡോഗ് വാസ് വാക്കിംഗ് ഹി സോ എ hen. He said, I will catch you now, and chased after the hen. The dog catches the hen. While he was carrying the hen in his mouth, he fell into a pit. He cried, oops, I fell into a big hole. The hen escaped from his mouth and saying, oh God, I am safe. The dog walked away in shame. എന്നാണ്, ഒരു ദിവസം ഡോഗ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു ഹെന്നിനെ കണ്ടു. അവൻ എന്ത് ചെയ്തു, ഐ വിൽ ക്യാച്ച്, ഞാനിപ്പോൾ നിന്നെ പിടിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്തു, ഹെന്നിനെ ചേസ് ചെയ്തു, പിടിച്ചു.
വൈൽ ഹി വാസ് ക്യാരിങ് ദ ഹെൻ ഇൻ ഹിസ് മൗത്തിൽ നമ്മുടെ ഹെൻ എന്ത് ചെയ്തു മൗത്തിൽ ക്യാരി ചെയ്ത് പോകുമ്പോൾ ഹെന്നിനെ ക്യാരി ചെയ്ത് പോകുമ്പോൾ ഒരു കുഴിയിലേക്ക് വീഴുന്നു. അപ്പോൾ ആ ബിഗ് ഹോളിൽ വീഴുമ്പോഴേക്കും എന്താണ് ഹെന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ ഡോഗിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് രക്ഷപ്പെടുന്നു. എന്നിട്ട് എന്താ അപ്പോൾ ഡോഗിന് എന്താ തോന്നുന്നത്, ഒരു ഷെയിം അല്ലേ, അയ്യേ ഞാൻ അബദ്ധത്തിൽ വീണുമ്പോൾ അപ്പോൾ എൻ്റെ ഉണ്ടായിരുന്ന ഹെന്ന് പോയല്ലോ എന്നുള്ളൊരു ഷെയിമാവും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ രീതിയിൽ എഴുതാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ മാറ്റി എഴുതാം. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാൻസ്, ഒരു 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. എന്തായാലും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് എല്ലാവരും വിചാരിക്കുന്നു. നന്നായിട്ട് എഴുതാൻ പറ്റട്ടെ. ഇതുപോലെ ആയിരിക്കും ഇനി അടുത്ത ക്വസ്റ്റ്യൻസൊക്കെ അടുത്ത എക്സാമിന് വരുന്ന. അപ്പോൾ ഇതുപോലെ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഈ വീഡിയോസ് കാണാത്തവരെന്തായാലും കണ്ട് എന്നെ ചാനൽ ഫോളോ ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോസ് ഇനിയും വരുന്നതാണ്. 5ാം ക്ലാസ്സിൻ്റെ 6ാം ക്ലാസ്സിൻ്റെ 7ാം ക്ലാസ്സിലേക്ക് ഇതുപോലെ ഇടും. അപ്പോൾ താങ്ക് യു.